അപ്പോൾ നമ്മുടെ SSCയുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഡൽഹി പോലീസിന്റെ വേക്കൻസി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ മെയിൽ ആൻഡ് ഫീമെയിൽസിന് റിക്രൂട്ട്മെന്റ് വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം ഇവിടെ ടോട്ടലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 493 വേക്കൻസികൾ നിലവിൽ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹെഡ് കോൺസ്റ്റബിൾ AWO അതുപോലെ TPO. അപ്പോൾ അതിന് മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കും. അതിന് ടോട്ടലായിട്ട് 534 വേക്കൻസികൾ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ കോൺസ്റ്റബിൾ ഡ്രൈവറാണ്, അതിന് ഏകദേശം 722 ഒഴിവുകൾ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോൺസ്റ്റബിൾ മെയിൽ ആൻഡ് ഫീമെയിൽ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ആണ്, മെയിൽ ആൻഡ് ഫീമെയിൽസിന് 7411 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ. അതുപോലെ തന്നെ നിലവിൽ അവിടെ വേക്കൻ്റ് ആയിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ SI എക്സിക്യൂട്ടീവ്, അതിന് മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കും. ഡിഗ്രിയാണ് അതിൻ്റെ യോഗ്യത. ബാക്കിയുള്ളതിന് മിനിമം +2 വിവിധ രീതിയിലുണ്ട്, നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. കോൺസ്റ്റബിളിനൊക്കെ മിനിമം +2 മാത്രം മതി. വിവിധ രീതി എന്ന് പറയുമ്പോൾ ഇവിടെ കോൺസ്റ്റബിൾ ഡ്രൈവർ കാണാൻ സാധിക്കും, അതിന് ലൈസൻസ് കൂടി ആവശ്യമാണ്, ആ ഒരു രീതി പറഞ്ഞതാണ്. അപ്പം ബാക്കിയുള്ളതിന് നിങ്ങൾക്ക് +2 ആണ് ആവശ്യം. അപ്പോൾ ഈ ഒരു SI തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ഡിഗ്രി മതി. അതിന് ടോട്ടലായിട്ട് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിച്ച വഴി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ടോട്ടലായിട്ടുള്ളത് 181 വേക്കൻസികൾ നിലവിൽ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം നമ്മുടെ ഡൽഹി പോലീസിലേക്ക് ഏകദേശം 9341 ഒഴിവുകളാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വേക്കൻസി അപ്ഡേറ്റോ ബാക്കിയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പം പ്രോപ്പറായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട.